ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളും ചില്ലു ജനാലകളിൽ തട്ടി പ്രതിഫലിക്കുന്ന നിയോൺ വിളക്കുകളും നിറഞ്ഞ വലിയൊരു മെട്രോ നഗരം. ആഡംബര കാറുകളുടെ ഹോൺ ശബ്ദവും തിരക്കുപിടിച്ച മനുഷ്യരുടെ ഓട്ടപ്പാച്ചിലുമാണ് ആ നഗരത്തിന്റെ മുഖമുദ്ര. ആ വലിയ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കോടീശ്വരന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ലക്സ് ലൈഫ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ തിളങ്ങും ചില്ലുവാതിലുകൾക്കപ്പുറം മറ്റൊരു ലോകമാണ്. അവിടെ ചികിത്സിക്കണമെങ്കിൽ ഒരു സാധാരണക്കാരൻ തന്നെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാലും തികയില്ല. പണമില്ലാത്തവർക്ക് ആ ആശുപത്രിയുടെ നിഴൽ പോലും നിഷിദ്ധമായിരുന്നു. എന്നാൽ ആ ഭീകരമായ ആഡംബര ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ വണ്ടികൾ പായിച്ചു പോകുന്ന കൊടിപിടിച്ച റോഡരികിൽ ഒരു ചെറിയ മുറിയുണ്ടായിരുന്നു. ഒരു പഴയ തകര ഷെഡിന്റെ വലിപ്പം മാത്രമുള്ള ആ കൊച്ചുകടയായിരുന്നു ശങ്കരൻ എന്ന മൊബൈൽ റിപ്പയർ ആൻഡ് റീചാർജ് ഷോപ്പ്. ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടർമാരും നഴ്സുമാരും തങ്ങളുടെ വില കൂടിയ ഫോണുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ഓടിയെത്തുന്നത് ഈ കൊച്ചുകടയിലേക്കാണ്. കാരണം ഈ നഗരത്തിൽ മറ്റാർക്കും നന്നാക്കാൻ കഴിയാത്ത ഫോൺ സർക്യൂട്ടുകൾ പോലും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ശരിയാക്കുമായിരുന്നു. ശങ്കരന്റെ സഹായിയായി അവിടെ എപ്പോഴും ഒരു യുവാവുണ്ടാകും. അവന്റെ മകൻ ദേവൻ. കാണുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളുള്ള ഒരു സാധാരണ മൊബൈൽ മെക്കാനിക് മാത്രമായി തോന്നുമായിരിക്കാം ദേവനെ. എന്നാൽ ആരും തിരിച്ചറിയാത്ത മറ്റൊരു വലിയ ലോകം കൂടി ദേവനുണ്ടായിരുന്നു. അവന്റെ ജീവിതം യഥാർത്ഥത്തിൽ 2 തട്ടുകളിലായിരുന്നു. ഒരു കയ്യിൽ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന ഫോണിന്റെ IC ബോർഡും സോൾഡറിംഗ് ഇരുമ്പും ഇരിക്കുമ്പോൾ അവന്റെ മറുകൈ എപ്പോഴും കട്ടിയുള്ള മെഡിക്കൽ പുസ്തകങ്ങൾക്കിടയിലായിരിക്കും. അവൻ ഈ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ കഠിനമായി പഠിച്ചു നേടിയ സ്കോളർഷിപ്പ് കൊണ്ടാണ് അവൻ തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ സെമസ്റ്ററിലെ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയായിരുന്നു ഈ യുവാവ്. പകൽ മുഴുവൻ കോളേജിലെ വലിയ ക്ലാസ് മുറികളിലും പ്രായോഗിക ലബോറട്ടറികളിലും ചിലവഴിക്കുന്ന ദേവൻ വൈകുന്നേരമായാൽ നേരെ ഓടിയെത്തുന്നത് അച്ഛന്റെ ഈ ചെറിയ കടയിലേക്കാണ്. മൊബൈൽ കടയിലെ മങ്ങിയ വെളിച്ചുതിരുന്ന് കസ്റ്റമേഴ്സിന്റെ തിരക്കില്ലാത്ത സമയങ്ങളിൽ അവൻ ഹൃദയത്തിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരത്തിലെ അതിസൂക്ഷ്മമായ രക്തക്കുഴലുകളെക്കുറിച്ചും ലോകത്തിലെ ഏറ്റവും പുതിയ ശസ്ത്രക്രിയകളെക്കുറിച്ചും പഠിച്ചു. മൊബൈൽ ഫോണിന്റെ അതിസൂക്ഷ്മമായ സർക്യൂട്ടുകളിലെ വയറുകൾ കൃത്യമായ സ്ഥാനത്തേക്ക് കണക്ട് ചെയ്യുന്ന അതേ ഏകാഗ്രതയോടെയും കൈപ്പഴക്കത്തോടെയുമാണ് അവൻ മെഡിക്കൽ പുസ്തകങ്ങളിലെ നാഡീവ്യൂഹങ്ങളെ നോക്കിക്കണ്ടത്. അവന്റെ വിരലുകൾക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ടായിരുന്നു. ഒരേ സമയം ഡിജിറ്റൽ സർക്യൂട്ടുകളെയും മനുഷ്യ ശരീരത്തിലെ സങ്കീർണതകളെയും ഒരേപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ മാന്ത്രികത. പലപ്പോഴും കടയിലെത്തുന്ന വലിയ ഡോക്ടർമാർ ഈ പയ്യനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവന്റെ കീറിയ വസ്ത്രങ്ങൾക്കും മേശപ്പുറത്തിരിക്കുന്ന മൊബൈൽ സ്പെയർ പാർട്സുകൾക്കും അപ്പുറം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാപ്രതിഭ ആ മുറിക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആഡംബര ആശുപത്രിയിലെ അഹങ്കാരികളായ ഭരണാധികാരികൾ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം രാത്രി കടയിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ദേവൻ പുസ്തകം തുറന്നു വെച്ച് പഠിക്കുന്നത് കണ്ട് ശങ്കരന്റെ കണ്ണുകൾ നിറഞ്ഞു. മകന്റെ പഠിത്തത്തിലുള്ള താല്പര്യവും കഠിനാധ്വാനവും ആ അച്ഛന്റെ ഹൃദയം അലിയിപ്പിച്ചു. ആയുസ് മുഴുവൻ പണിയെടുത്ത് തളർന്ന തന്റെ കൈകൾ കൊണ്ട് മകന്റെ തോളിൽ തൊട്ടുകൊണ്ട് ശങ്കരൻ പതുക്കെ പറഞ്ഞു, മോനെ, എന്റെ ആയുസ് മുഴുവൻ ഈ ഫോൺ സർക്യൂട്ടുകൾക്കും ബാറ്ററികൾക്കും ഇടയിൽ തീർന്നു. പാവപ്പെട്ടവനായതുകൊണ്ട് ഇതിനപ്പുറം ഒരു ജീവിതം എനിക്ക് നേടാനായില്ല. പക്ഷേ നിന്റെ കൈകൾക്ക് പുണ്യം കിട്ടണം. നീ നന്നായി പഠിച്ച് ആ വലിയ ആശുപത്രിയിലെ ഏറ്റവും വലിയ ഡോക്ടർ ആകണം. പണമുള്ളവരെ മാത്രം ചികിത്സിക്കുന്ന ആ ചുവരുകൾക്കുള്ളിൽ ഒരിക്കൽ എന്റെ മകൻ പാവങ്ങൾക്കായി നിലകൊള്ളണം. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും അവിടെ ചികിത്സ നിഷേധിക്കപ്പെടരുത്. നീ അവരെ കൈവിടരുത്. അച്ഛന്റെ വാക്കുകൾ കേട്ട് ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ പറ്റാത്ത ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു. അവൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായും അച്ഛാ, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് വെറുതെയാവില്ല. ഒരു ദിവസം ഞാൻ ആ വലിയ ആശുപത്രിയുടെ പടികൾ കയറും. അന്ന് ഞാൻ അവിടെ ചെല്ലുന്നത് ആരുടെയും ഫോണുകൾ നന്നാക്കാനായിരിക്കില്ല, മറിച്ച് കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പും ഏന്തിയ വലിയൊരു സർജനായിട്ടായിരിക്കും. പാവപ്പെട്ടവർക്ക് ആ വാതിലുകൾ ഞാൻ തുറന്നുകൊടുക്കും. ദേവന്റെ വാക്കുകൾ കേട്ട് ശങ്കരൻ ആശ്വാസത്തോടെ ചിരിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ആ കൊച്ചുകടയിലെ വിളക്കിൻ ചുവട്ടിലിരുന്ന് ദേവൻ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള വലിയൊരു അധ്യായം വായിക്കാൻ തുടങ്ങി. പുറത്ത് മെട്രോ നഗരം ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. എന്നാൽ തങ്ങളുടെ ജീവിതത്തെയും ആ നഗരത്തിന്റെ തന്നെ ചരിത്രത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നതെന്ന് ആ അച്ഛനും മകനും അറിഞ്ഞിരുന്നില്ല.
ആ കൊച്ചു മൊബൈൽ കടയിൽ ശങ്കരനും ദേവനും പതിവ് പോലെ തങ്ങളുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പുറത്ത് കനത്ത വെയിൽ മാറി അന്തരീക്ഷം അല്പം ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തത അധിക നേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ആഡംബര ആശുപത്രിയുടെ മുന്നിലെ ആ വലിയ റോഡിൽ അസാധാരണമായ ഒരു നിശബ്ദത പടർന്നു. ദൂരെ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞുവരുന്ന 3 കറുത്ത ആഡംബര SUV കാറുകളുടെ ടയറുകൾ റോഡിൽ ഉരസുന്ന ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ടാണ് ദേവൻ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തിയത്. ആ കാറുകൾ നേരെ വന്നു നിന്നത് ലക്സ് ലൈഫ് ഹോസ്പിറ്റലിന്റെ പ്രധാന കവാടത്തിന് മുന്നിലായിരുന്നു. വണ്ടികൾ നിന്ന് തീരുന്നതിന് മുമ്പ് തന്നെ കറുത്ത സഫാരി സ്യൂട്ട് ധരിച്ച, കയ്യിൽ ആധുനിക തോക്കുകളേന്തിയ ഡസൻ കണക്കിന് ആൾക്കാർ പുറത്തേക്ക് ചാടി. അവർ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി ജീവനക്കാരെയും സാധാരണക്കാരെയും ആട്ടിയോടിച്ച് അവിടെയൊരു യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. നഗരത്തിലെ നിയമവും പോലീസും രാഷ്ട്രീയക്കാരും ആരുടെ കാൽക്കീഴിലാണോ? അതെ, അതോ ലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവ് വിക്രം ഷെട്ടിയായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത്. വിക്രം ഷെട്ടി എന്ന പേര് കേട്ടാൽ ഈ നഗരത്തിലെ ഏറ്റവും ധീരനായ പോലീസ് ഓഫീസർ പോലും ഒന്ന് വിറക്കും. അത്രമേൽ ക്രൂരനും ശക്തനുമായിരുന്നു അയാൾ. പക്ഷേ മനുഷ്യൻ എത്ര ശക്തനായാലും പ്രകൃതിയുടെയും മരണത്തിന്റെയും നിയമങ്ങൾക്ക് മുന്നിൽ അവൻ വെറും നിസ്സാരനാണ്. കാറിന്റെ പിൻസീറ്റിൽ നിന്ന് വിക്രം ഷെട്ടി പുറത്തിറങ്ങിയത് തന്റെ നെഞ്ചിൽ ഇരുകൈകളും അമർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. നഗരത്തെ ഭയപ്പെടുത്തുന്ന ആ അധോലോക നായകന്റെ മുഖം വിയർത്തു കുളിച്ചിരുന്നു. അവന്റെ കണ്ണുകളിൽ ക്രോധത്തിന് പകരം മരണം മുന്നിൽ കണ്ട ഒരാളുടെ ദയനീയമായ പരിഭ്രാന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. വായുവിനായി അയാൾ പിടയുകയായിരുന്നു. ഹേയ്, ബായ്ക്ക് എന്തോ പറ്റുന്നു, വേഗം സ്ട്രെച്ചർ എടുക്ക്. വിക്രത്തിന്റെ വലം കൈയും വിശ്വസ്തനുമായ ഭരത് അലറി വിളിച്ചു. ഭരതിന്റെ ആജ്ഞ കേട്ട് ഹോസ്പിറ്റലിലെ ജീവനക്കാർ സ്ട്രെച്ചറുമായി ഓടി വന്നു. വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലെ ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റായ ഡോക്ടർ വർമ്മയും മറ്റ് സീനിയർ ഡോക്ടർമാരുടെ ഒരു സംഘവും അടിയന്തിരമായി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലേക്ക് പാഞ്ഞെത്തി. വിക്രം ഷെട്ടിയെ ICUവിലേക്ക് മാറ്റുമ്പോൾ ഹോസ്പിറ്റലിലെ ചില്ലുവാതിലുകൾക്കപ്പുറം തോക്കുകളേന്തിയ ഗുണ്ടകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. റോഡിന്റെ മറുഭാഗത്തുള്ള തന്റെ മൊബൈൽ കടയുടെ വാതിൽക്കൽ നിന്ന് ദേവൻ ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരൻ ഇതൊരു സാധാരണ നെഞ്ചുവേദനയായി കണ്ടേക്കാം. എന്നാൽ മെഡിക്കൽ പുസ്തകങ്ങൾ അരിച്ചുപെറുക്കി പഠിച്ച ദേവന് വിക്രത്തിന്റെ മുഖത്തെ വിയർപ്പും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ശരീരം നീലനിറമാക്കുന്നതും കണ്ടപ്പോൾ തന്നെ കൃത്യമായി കാര്യം മനസ്സിലായി. അത് വെറും ഒരു ഹൃദയാഘാതമല്ല, മറിച്ച് ഹൃദയത്തിലെ പ്രധാന ധമനിയായ ലെഫ്റ്റ് മെയിൻ കോർണറി ആർട്ടറി പൂർണ്ണമായും അടഞ്ഞുപോയ, വൈദ്യശാസ്ത്രത്തിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വിളിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ്. ഓരോ സെക്കൻഡും വിക്രത്തിന്റെ ഹൃദയം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ അവസ്ഥ ഭീകരമായിരുന്നു. വിക്രത്തിന്റെ വിശ്വസ്തനായ ഭരത് തന്റെ കയ്യിലിരുന്ന കറുത്ത റിവോൾവർ ഡോക്ടർ വർമ്മയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. അവിടുത്തെ AC-യുടെ തണുപ്പിലും ഡോക്ടർമാർ വിയർത്തു കുളിച്ചു. നോക്കു ഡോക്ടർ, ബായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ഒരു ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. ഈ നഗരം ഞാൻ കത്തിക്കും. അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഭരത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ ഇടനാഴികളിൽ പ്രതിധ്വനിച്ചു. പരിശോധനകൾക്ക് ശേഷം അതീവ ദയനീയമായ മുഖത്തോടെയും വിറക്കുന്ന കൈകളോടെയും ഡോക്ടർ വർമ്മ ICUവിന് പുറത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ പരാജയം വ്യക്തമായിരുന്നു. ഷെട്ടിയുടെ ധമനികളിലെ ബ്ലോക്ക് ഒരു കല്ല് പോലെ ഉറച്ചു പോയിരിക്കുന്നു. അത് മാറ്റാൻ സാധാരണ രീതിയിൽ സർജറി ചെയ്താൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഭിത്തികൾ തകരും. അദ്ദേഹം സർജറി ടേബിളിൽ വെച്ച് തന്നെ മരിക്കും. ഇനി ഒന്നും ചെയ്യാതിരുന്നാൽ വെറും 15 മിനിറ്റ്, അതിനുള്ളിൽ എല്ലാം അവസാനിക്കും. മെഡിക്കൽ സയൻസിൽ ഇതിന് മറ്റൊരു പോംവഴിയില്ല. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ഷമിക്കണം, ഞങ്ങൾ കൈവിട്ടിരിക്കുന്നു. ഡോക്ടർമാർ കൈവിട്ടുവെന്ന വാർത്ത കേട്ടതോടെ വിക്രത്തിന്റെ ഗുണ്ടകൾ കൂടുതൽ അക്രമാസക്തരായി. ഹോസ്പിറ്റൽ ലോബിയിൽ നഴ്സുമാരുടെയും സ്ത്രീകളുടെയും നിലവിളികൾ ഉയർന്നു. വലിയ ഡോക്ടർമാർ മരണഭയത്താൽ തല താഴ്ത്തി നിന്നു. സമയം ഓരോ മിനിറ്റായി കുറഞ്ഞുകൊണ്ടിരുന്നു. വിക്രം ഷെട്ടിയുടെ ഹൃദയമിടിപ്പ് നിലക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം. ഈ സമയം റോഡിന്റെ മറുകരയിലുള്ള മൊബൈൽ കടയിൽ ഒരു വലിയ തീരുമാനമെടുക്കുകയായിരുന്നു ദേവൻ. അവൻ തന്റെ മുന്നിലിരുന്ന കട്ടിയുള്ള മെഡിക്കൽ പുസ്തകം പതുക്കെ അടച്ചുവെച്ചു. മേശപ്പുറത്തിരുന്ന സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്തു. അവൻ തന്റെ അച്ഛനായ ശങ്കരനെ നോക്കി ശാന്തമായി പറഞ്ഞു, അച്ഛാ, ഞാൻ പോകുന്നു. അവിടെ ഒരാൾ മരണത്തോട് പോരാടുകയാണ്. ഞാൻ പഠിച്ച അറിവ് ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട സമയം ഇതാണ്. ശങ്കരൻ പരിഭ്രമത്തോടെ മകന്റെ കൈകളിൽ കയറി പിടിച്ചു. ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഭയമായിരുന്നു. വേണ്ട മകനെ, പോകരുത്. അവർ മൃഗങ്ങളാണ്.
ക്രൂരന്മാരായ അധോലോക ഗുണ്ടകളാണ്. നഗരത്തിലെ വലിയ ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണത്. നിന്നെ അവർ കൊന്നുകളയും. എന്റെ ഏക സമ്പാദ്യം നീയാണ് മോനെ, ശങ്കരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ദേവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു നിഴൽ പോലും ഇല്ലായിരുന്നു. അവന്റെ മുഖത്ത് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവൻ അച്ഛന്റെ കൈകൾ പതുക്കെ വെടിവെച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, പണത്തിനും തോക്കിനും മുന്നിൽ ആ വലിയ ഡോക്ടർമാർക്ക് ഭയമുണ്ടാകാം. അതുകൊണ്ടാണ് അവർ തോറ്റു പിന്മാറുന്നത്. പക്ഷേ യഥാർത്ഥ അറിവിനും ശാസ്ത്രത്തിനും മുന്നിൽ മരണത്തിന് പോലും തോൽക്കേണ്ടി വരും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ആ മനുഷ്യൻ ആരായാലും അയാളുടെ ഹൃദയം ഇപ്പോൾ എന്റെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒന്ന് തട്ടിക്കുടഞ്ഞ് പിറക്കാത്ത ചുവടുകളോടെ ദേവൻ ആ കൊച്ചു മൊബൈൽ കടയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന സീനിയർ ഡോക്ടർമാർ കൈവിട്ട മരണം വാപ്പിളർന്നു നിൽക്കുന്ന ആ ആഡംബര ആശുപത്രിയുടെ പടികൾ ഒരു സാധാരണക്കാരനായ പയ്യൻ തന്റെ അറിവും പ്രതിഭയുമായി ഓടിക്കയറി. വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഹോസ്പിറ്റലിന്റെ വിശാലമായ ലോബിയിലേക്ക് വിയർത്തു കുളിച്ചുകൊണ്ടാണ് ദേവൻ ഓടിക്കയറിയത്. അകത്തെ അന്തരീക്ഷം ഭയത്താൽ മരവിച്ചിരുന്നു. റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി പേടിച്ച് വിറച്ച് കരയുകയായിരുന്നു. ദേവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, വിക്രം ഷെട്ടിയെ ഏത് വാർഡിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? എനിക്ക് അയാളുടെ കേസ് ഷീറ്റും ആൻജിയോഗ്രാം റിപ്പോർട്ടും ഉടൻ കാണണം. മുഷിഞ്ഞ ഷർട്ടും കയ്യിലെ കരിപുരണ്ട പാടുകളും കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റിന് ഭയത്തോടൊപ്പം ദേഷ്യവും വന്നു. ആരാടാ നീ? ഈ സമയത്താണോ നിന്റെ ഫോൺ നന്നാക്കൽ? വെളിയിൽ ഇറങ്ങിപ്പോടോ, അവൾ അലറി. ശബ്ദം കേട്ട് അവിടെ നിന്നിരുന്ന വിക്രത്തിന്റെ ഗുണ്ടകളിൽ ഒരാൾ ദേവനെ ക്രൂരമായി തള്ളി താഴെയിട്ടു. അവൻ തറയിലേക്ക് തെറിച്ചു വീണു. എടാ മൊബൈൽ മെക്കാനിക്ക് ചെറുക്ക, നഗരത്തിലെ വലിയ ഡോക്ടർമാർ വരെ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോഴാണോ നിന്റെ പ്രകടനം? പോയി ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റടാ. ലോബിയിൽ അവരുടെ പരിഹാസ ചിരി ഉയർന്നു. എന്നാൽ ദേവൻ പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ അപമാനമായിരുന്നില്ല, മറിച്ച് ഒരു ജീവൻ രക്ഷിക്കാനുള്ള വാശിയായിരുന്നു. ആ സമയം ഡോക്ടർ വർമ്മയും സംഘവും ICUവിൽ നിന്ന് തല താഴ്ത്തി പുറത്തേക്ക് വരികയായിരുന്നു. ഭരത് തന്റെ തോക്ക് ഡോക്ടർ വർമ്മയുടെ നെറ്റിയിലേക്ക് ഒന്നുകൂടി അമർത്തി. സമയം കഴിഞ്ഞു ഡോക്ടർ, ഭായ് മരിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം നീ മരിക്കും. നിൽക്കൂ. ദേവന്റെ ശബ്ദം ആ ഹോളിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. എല്ലാവരും നെട്ടിത്തിരിഞ്ഞു. ദേവൻ നേരെ ഡോക്ടർ വർമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, നിങ്ങൾ റെട്രോഗ്രേഡ് അപ്രോച്ച് പരീക്ഷിച്ചോ? കൊളാറ്ററൽ നാഡികളുടെ പിൻഭാഗത്തു കൂടി കടന്ന് ബ്ലോക്കിനെ പുറകിൽ നിന്ന് തകർക്കുന്ന രീതി. റഷ്യൻ മെഡിക്കൽ ജേണലുകളിൽ ഇതിനെക്കുറിച്ച് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാധാരണ പയ്യൻ ഇത്രയും സങ്കീർണമായ മെഡിക്കൽ ടേം പറയുന്നത് കേട്ട് ഡോക്ടർ വർമ്മ സ്തംഭിച്ചുപോയി. നിനക്കെങ്ങനെ അറിയാം ഇതൊക്കെ? വർമ്മ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. എനിക്കൊരു അവസരം തരൂ ഡോക്ടർ. എങ്ങനെയായാലും ഭായ് മരിക്കും. എങ്കിൽ ഇതൊരു അവസാന ശ്രമമായിരിക്കട്ടെ. ഭരത് തോക്കുമായി ദേവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കോളറിൽ പിടിച്ചു തൂക്കി ചോര തുടിക്കുന്ന കണ്ണുകളോടെ നോക്കി പറഞ്ഞു, നോക്ക് ചെറുക്ക, നീ ആരാണെന്നോ എന്തു പഠിച്ചെന്നോ എനിക്കറിയില്ല. നിനക്ക് ഞാൻ ഒരൊറ്റ അവസരം തരാം. പക്ഷേ ഓർത്തു വെച്ചോ, എന്റെ ബോസിന്റെ നെഞ്ചിൽ നീ ഒരു തെറ്റായ മുറിവുണ്ടാക്കിയാൽ നിന്റെ അച്ഛനെ ജീവനോടെ ഞാൻ ഈ ഹോസ്പിറ്റലിന് മുന്നിലിട്ട് കത്തിക്കും. സമ്മതമാണോ? ദേവൻ ഒരു നിമിഷം ചില്ലുജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ തന്റെ അച്ഛൻ റോഡരികിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു. സമ്മതം. പക്ഷേ ഞാൻ അകത്തു കയറിയാൽ എന്റെ ജോലിക്കടയിൽ ആരും ഇടപെടരുത്. മിനിറ്റുകൾക്കകം ഹോസ്പിറ്റലിലെ സീനിയർ സർജൻമാർ വിയർത്തു നിൽക്കുമ്പോൾ ദേവൻ സർജിക്കൽ ഗൗൺ ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. അണുവിമുക്തമാക്കിയ പച്ചവസ്ത്രം ധരിച്ച് അവൻ പുറത്തു വന്നപ്പോൾ അവനിൽ ഒരു പുതിയ തേജസ് ഉണ്ടായിരുന്നു. അത് മൊബൈൽ കടയിലെ ദേവനല്ല, ലോകം കാണാനിരിക്കുന്ന ഒരു മഹാസർജന്റെ രൂപമായിരുന്നു. തിയേറ്ററിന് മുകളിൽ ചുവന്ന വെളിച്ചം തെളിഞ്ഞു. ഓരോ സെക്കൻഡും വിലപ്പെട്ടതായിരുന്നു. ദേവൻ തന്റെ കയ്യിലെ സ്കാൽപ്പലെടുത്തു. അവന്റെ കൈകൾ ഒട്ടും വിറക്കുന്നുണ്ടായിരുന്നില്ല. ഫോൺ സർക്യൂട്ടുകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത അവന്റെ വിരലുകൾ ഇന്ന് കോടികൾ വിലമതിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. മനസ്സ് മഞ്ഞുപോലെ തണുത്തതായിരുന്നു. സർ, BP കുത്തനെ താഴുന്നു. ഹൃദയമിടിപ്പ് 35 എത്തി. നഴ്സ് പരിഭ്രമിച്ചു. ദേവൻ വിക്രത്തിന്റെ ഹൃദയത്തിന്റെ പിൻഭാഗത്തുള്ള അതീവ ദുർബലമായ നൂലിഴയോളം പോന്ന നാഡികളിലൂടെ ആ നേർത്ത ഗൈഡ് വയർ സാവധാനം കടത്തിവിട്ടു. ഓരോ മില്ലിമീറ്റർ നീങ്ങുമ്പോഴും മോണിറ്ററിൽ ഹൃദയമിടിപ്പ് താളം തെറ്റിക്കൊണ്ടിരുന്നു. ഡോക്ടർ വർമ്മ ഒരു വശത്ത് മാറി നിന്ന് ഭയത്തോടെ പറഞ്ഞു,
ദേവൻ, നീ ചെയ്യുന്നത് ആത്മഹത്യയാണ്. ആ നാഡികൾ പൊട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാനാകില്ല. നീ പുറത്തു നിൽക്കുന്നവരുടെ കൈകളാൽ കൊല്ലപ്പെടും. ദേവൻ വർമ്മയെ നോക്കാതെ മറുപടി പറഞ്ഞു. ഡോക്ടർ, ഭയമാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. അത് ഹൃദയത്തിലായാലും മനസ്സിലായാലും. എനിക്ക് എന്റെ അറിവിൽ വിശ്വാസമുണ്ട്. പെട്ടെന്ന് ആ അന്തരീക്ഷം തകർത്തുകൊണ്ട് മോണിറ്ററിൽ വലിയൊരു ബീപ് ശബ്ദം മുഴങ്ങി. ഹൃദയമിടിപ്പ് പൂർണ്ണമായി നിലച്ചു. കാർഡിയാക് അറസ്റ്റ്. രക്തസമ്മർദ്ദം 0. അനസ്തേഷ്യലിസ്റ്റ് അലറി വിളിച്ചു. വയർ ഒരു പ്രധാന നാഡിൽ സ്പർശിച്ചതോടെ ഉള്ളിൽ വൻ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു. തിയേറ്ററിനുള്ളിൽ വൻ പരിഭ്രാന്തി പടർന്നു. ഡോക്ടർ വർമ്മ ദേവനെ പിടിച്ചുമാറ്റാൻ നോക്കി. നിർത്ത് ദേവൻ, ഇനിയൊന്നും ചെയ്യാനില്ല. എല്ലാം കഴിഞ്ഞു. പുറത്ത് ചില്ലുവാതിലിലൂടെ ഇതെല്ലാം കണ്ട ഭരത് തന്റെ തോക്കിന്റെ കാഞ്ചി വലിച്ചു. ഹോസ്പിറ്റൽ ലോബി മരണനിഴലിലായി. എന്നാൽ ദേവൻ മാറിയില്ല. അവന്റെ കണ്ണുകളിൽ ഒരു അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ വിരലുകളിലൂടെ അതിസൂക്ഷ്മമായ ചലനങ്ങളോടെ ആ രക്തസ്രാവം തടയാൻ ശ്രമിച്ചു. എന്നിട്ട് അവൻ തന്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തു. നെക്ലിംഗ് ടെക്നിക്. വയറിനെ ഒരു കൊളുത്തുപോലെ വളച്ച് ആ കഠിനമായ ബ്ലോക്കിനെ തകർക്കുന്ന രീതി. ഇത് മരണവുമായുള്ള ഒരു ചൂതാട്ടമായിരുന്നു. പരാജയപ്പെട്ടാൽ ദേവന്റെയും അവന്റെ അച്ഛന്റെയും മരണമുറപ്പ്. സെക്കൻഡുകൾ നിശ്ചലമായതുപോലെ തോന്നി. ദേവൻ തന്റെ വിരലുകൾ കൊണ്ട് ആ വയർ ഒന്ന് തിരിച്ചു. പെട്ടെന്ന് മോണിറ്ററിൽ ആ അത്ഭുതം സംഭവിച്ചു. നിലച്ചുപോയ ഹൃദയമിടിപ്പിന്റെ താളം പഴയ നിലയിലേക്ക് കൃത്യമായി തിരിച്ചു വന്നു. ആ കരിങ്കല്ല് പോലുള്ള ബ്ലോക്ക് തകർന്നിരിക്കുന്നു. രക്തം ഹൃദയത്തിലേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. ഓ മൈ ഗോഡ്! ഡോക്ടർ വർമ്മയുടെ കയ്യിൽ നിന്ന് സ്റ്റെതസ്കോപ്പ് താഴെ വീണു. നീ അത് ചെയ്തു. നീ ആ മാരകമായ ബ്ലോക്ക് തകർത്തു. തിയേറ്ററിലെ ഡോക്ടർമാരും നഴ്സുമാരും വിശ്വസിക്കാനാകാതെ ദേവനെ നോക്കി. ദേവൻ ഒരു ദീർഘശ്വാസം വിട്ടു. അവൻ സാവധാനം ഉപകരണങ്ങൾ പുറത്തെടുത്തു. സർജറി വിജയകരമായിരിക്കുന്നു. അദ്ദേഹം സ്റ്റേബിളാണ്. ദേവൻ ശാന്തമായി പറഞ്ഞു. വിക്രം ഷെട്ടിയുടെ മരണയാത്രയെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വെച്ച് ദേവൻ തടഞ്ഞു നിർത്തിയിരുന്നു. അവൻ ഗൗണഴിച്ച് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. എന്നാൽ ഒരു ജീവൻ രക്ഷിച്ച സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നെങ്കിലും പുറത്ത് കാത്തു നിൽക്കുന്നത് നിയമത്തിന്റെയും അധോലോകത്തിന്റെയും മറ്റൊരു വലിയ പോരാട്ടമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ കവാടത്തിന് മുകളിലെ ആ ചുവന്ന വെളിച്ചം പെട്ടെന്നണഞ്ഞു. ഹോസ്പിറ്റൽ ലോബിയിൽ ശ്വാസമടക്കി പിടിച്ചു നിന്ന 100 കണക്കിന് ആളുകൾ ഒരേ സമയം ആ വാതിലിലേക്ക് കണ്ണുനട്ടു. വാതിലുകൾ സാവധാനം തുറക്കപ്പെട്ടു. പച്ച നിറത്തിലുള്ള സർജിക്കൽ ഗൗണിൽ മുഖം വിയർത്തു കുളിച്ച അവസ്ഥയിൽ ദേവൻ പുറത്തേക്ക് വന്നു. മണിക്കൂറുകൾ നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകളിൽ മരണത്തെ തോൽപ്പിച്ച ഒരു വലിയ പോരാളിയുടെ തിളക്കമുണ്ടായിരുന്നു. ദേവൻ നേരെ ഭരത്തിന്റെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടതും ഭരത്തും സംഘവും തോക്കുകളുമായി അവനെ വളഞ്ഞു. പറയടാ ചെറുക്ക, എന്റെ ബോസ് എവിടെ? ബായ്ക്ക് എങ്ങനെയുണ്ട്? ഭരത്തിന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദേവൻ കണ്ണു ചിമ്മാതെ ശാന്തമായി മറുപടി പറഞ്ഞു. അദ്ദേഹം രക്ഷപ്പെട്ടു. മരണത്തിന്റെ അതിർവരമ്പിൽ നിന്ന് ഹൃദയം തിരിച്ചു വന്നിരിക്കുന്നു. ഇനി കുറച്ചു മണിക്കൂറുകൾ പൂർണ്ണമായ വിശ്രമം വേണം. ദേവന്റെ വാക്കുകൾ കേട്ടതും ലോബിയിൽ വലിയൊരു ആനന്ദാരവം മുഴങ്ങി. വിക്രത്തിന്റെ ഗുണ്ടകൾ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. എന്നാൽ ആ സന്തോഷം ആസ്വദിക്കാൻ വിധി ദേവന് സമയം നൽകിയില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ വലിയ ചില്ലുവാതിലുകൾ തകർത്തുകൊണ്ട് വൻ പോലീസ് പട അകത്തേക്ക് ഇരച്ചു കയറി. പുറത്ത് പല പോലീസ് ജീപ്പുകളുടെ സൈറൺ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറിന്റെ നേതൃത്വത്തിലുള്ള വൻ സംഘമാണ് തോക്കുകളുമായി ഹോസ്പിറ്റൽ ലോബി കൈക്കലാക്കിയത്. ഗുണ്ടകളും പോലീസും നേർക്കുനേർ നിന്ന് തോക്കുകൾ ചൂണ്ടി. ഏത് നിമിഷം ഒരു കൂട്ടക്കൊല നടക്കാവുന്ന അവസ്ഥ. കമ്മീഷണർ കടുത്ത ചുവടുകളോടെ ദേവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവിടുത്തെ അന്തരീക്ഷത്തിൽ കമ്മീഷണറുടെ ശബ്ദം ഗാംഭീര്യത്തോടെ മുഴങ്ങി. ആര്യൻ ദേവൻ, നീ ചെയ്തത് അതിസാഹസികമായ ഒരു കാര്യമാണെന്ന് ഈ ലോകം പറയുമായിരിക്കാം. പക്ഷേ നിയമത്തിന്റെ പുസ്തകത്തിൽ നീ വെറും ഒരു കുറ്റവാളിയാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മാത്രമായി നീ ഹോസ്പിറ്റൽ അധികൃതരുടെയോ സീനിയർ ഡോക്ടർമാരുടെയോ അനുവാദമില്ലാതെ, പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതെ ഇത്രയും സങ്കീർണമായ ഒരു മേജർ ശസ്ത്രക്രിയ നടത്തിയത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. കൂടാതെ ഈ നഗരത്തിലെ നിയമം തിരയുന്ന ഏറ്റവും വലിയ ക്രിമിനലിനെയാണ് നീ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ഇതിന് നീ മറുപടി പറയേണ്ടി വരും. അറസ്റ്റ് ഹിം. കമ്മീഷണറുടെ ഉത്തരവ് കേട്ടതും ഭരത് തന്റെ തോക്ക് കമ്മീഷണറുടെ നെറ്റിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അലറി. കമ്മീഷണർ, ദേവനെ തൊട്ടുപോയാൽ ഈ ഹോസ്പിറ്റൽ ഇന്ന് കത്തും.
എന്റെ ബോസിന്റെ ജീവൻ രക്ഷിച്ച ഈ പയ്യൻ ഞങ്ങളുടെ ദൈവമാണ്. ദൈവത്തെ ചങ്ങലക്കിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഗുണ്ടകൾ മുഴുവൻ തോക്കുകളുടെ കാഞ്ചി വലിച്ചു. ലോബിയിൽ വീണ്ടും നിലവിളികൾ ഉയർന്നപ്പോൾ ഒട്ടും ഭയമില്ലാതെ ദേവൻ കമ്മീഷണറുടെയും ഭരത്തിന്റെയും ഇടയിലേക്ക് കയറി നിന്നു. അവൻ ഭരത്തിന്റെ തോക്ക് പിടിച്ച് താഴേക്ക് മാറ്റി. നിർത്ത് ഭരത്, ആയുധം കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ നിയമത്തെ ബഹുമാനിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ഭയവുമില്ല. എന്നിട്ട് ദേവൻ കമ്മീഷണറെ നോക്കി ശാന്തമായി പറഞ്ഞു, കമ്മീഷണർ സർ, എന്റെ മുന്നിൽ സർജറി ടേബിളിൽ കിടന്നത് ഒരു അധോലോക നായകനോ കുറ്റവാളിയോ ആയിരുന്നില്ല. മറിച്ച് വായുവിനായി പിടയുന്ന ഒരു മനുഷ്യഹൃദയമായിരുന്നു. ഒരു ഡോക്ടറാകാൻ പഠിക്കുന്ന എനിക്ക് ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസരം മുന്നിൽ വന്നപ്പോൾ നിയമത്തിന്റെ പുസ്തകം അരിച്ചു പെറുക്കാൻ സമയമില്ലായിരുന്നു സർ. ശാസ്ത്രം എന്നെ പഠിപ്പിച്ചത് ജീവൻ നിലനിർത്താനാണ്. അത് ആരുടെ ആയാലും. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ദേവൻ തന്റെ ഇരു കൈകളും കമ്മീഷണർക്ക് നേരെ നീട്ടിക്കൊടുത്തു. ഇരുമ്പ് വിലങ്ങുകൾ അവന്റെ കൈകളിൽ വീണു. ഈ സമയം ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഓടിവന്ന അച്ഛൻ ശങ്കരൻ ദേവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോനെ, നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരാളുടെ ജീവൻ രക്ഷിച്ചതാണോ ഈ നാട്ടിലെ കുറ്റം? ആ അച്ഛൻ കമ്മീഷണറുടെ കാൽക്കൽ വീണു യാചിച്ചു. ആ ദയനീയ ദൃശ്യം കണ്ടുനിന്ന മാധ്യമപ്രവർത്തകർ ക്യാമറകൾ മിന്നിച്ചുകൊണ്ടിരുന്നു. കൈവിലങ്ങുകളുമായി ദേവൻ ഹോസ്പിറ്റലിന്റെ പടവുകൾ ഇറങ്ങി പോലീസ് ജീപ്പിലേക്ക് നടക്കുമ്പോൾ ലോബിയിൽ വലിയൊരു നിശബ്ദത പടർന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ നഗരം ഉണർന്നത് വൻ പ്രതിഷേധങ്ങളോടെയായിരുന്നു. വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും ദേവന്റെ ചിത്രം നിറഞ്ഞു. ജീവൻ രക്ഷിച്ച കൈകളിൽ വിലങ്ങുകൾ എന്ന വലിയ തലക്കെട്ടുകൾ കണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളുപൊള്ളി. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സാധാരണ വ്യാപാരികളും പണിമുടക്കി തെരുവിലിറങ്ങി. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് ദേവനെ മോചിപ്പിക്കാതെ തങ്ങൾ പഠിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ജയിലിന് മുന്നിൽ തടിച്ചുകൂടി. ശങ്കരൻ മകൻക്ക് വേണ്ടി ജയിൽ കവാടത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ജയിലിനുള്ളിലെ ഇരുട്ടറയിൽ ദേവന് കാവലായി നിന്നു. എന്നാൽ ഇതിനിടയിൽ ലെക്സ് ലൈഫ് ഹോസ്പിറ്റലിന്റെ ബോർഡ് റൂമിൽ മറ്റൊരു ഗൂഢാലോചന നടക്കുകയായിരുന്നു. ഹോസ്പിറ്റൽ ഡീൻ ഡോക്ടർ അഗർവാൾ കടുത്ത ദേഷ്യത്തിലായിരുന്നു. ഒരു സാധാരണ പയ്യൻ വന്ന് നമ്മുടെ സീനിയർ ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്തു എന്ന് വരുന്നത് മാനേജ്മെന്റിന് വലിയ നാണക്കേടാണ്. മെഡിക്കൽ കൗൺസിൽ നമ്മുടെ അംഗീകാരം റദ്ദാക്കും. അതുകൊണ്ട് ദേവനെതിരെ ശക്തമായ കള്ളമൊഴികൾ നൽകി അവന്റെ കരിയർ എന്നേക്കുമായി അവസാനിപ്പിക്കണം. ദേവന്റെ മെഡിക്കൽ വിദ്യാഭ്യാസം റദ്ദാക്കാനുള്ള കത്തുകൾ അവർ സർവകലാശാലയിലേക്ക് അയച്ചു. പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തകർക്കാൻ അധികാരമുള്ളവർ കൈകോർത്തു. പക്ഷേ ആ സ്വാർത്ഥരായ അധികാരികൾ ഒരു വലിയ കാര്യം മറന്നുപോയി. ദേവൻ ജയിലിന്റെ തണുത്ത തറയിലിരുന്ന് തന്റെ പുസ്തകങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പുറത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അതിലുമപ്പുറം ദേവൻ തന്റെ പ്രതിഭ കൊണ്ട് ജീവൻ തിരിച്ചു നൽകിയത് ഈ നഗരത്തിലെ ഏറ്റവും ശക്തനായ, നിയമങ്ങളെ വെറും കടലാസു തുണ്ടുകളാക്കാൻ കെൽപ്പുള്ള അധോലോക നായകൻ വിക്രം ഷെട്ടിക്കായിരുന്നു. ആ സിംഹം ഉറക്കമുണരുമ്പോൾ ഈ വ്യവസ്ഥിതിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. നീതിയും നിയമവും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടം നടക്കാനിരിക്കുന്നതേയുള്ളൂ. ഹോസ്പിറ്റലിലെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ യന്ത്രങ്ങളുടെ നേരിയ ബീപ് ശബ്ദങ്ങൾക്കും മെഡിക്കൽ പൈപ്പുകൾക്കുമിടയിൽ കിടന്നിരുന്ന വിക്രം ഷെട്ടിയുടെ വിരലുകൾ ചലിച്ചത് 5-ാം ദിവസം പുലർച്ചെയായിരുന്നു. ഡോക്ടർമാർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന അസാധ്യമെന്ന് വിധിയെഴുതിയ ആ ഹൃദയം ഒരു പുതിയ യന്ത്രം പോലെ കൃത്യമായി മിടിക്കാൻ തുടങ്ങിയിരുന്നു. കണ്ണുകൾ തുറന്ന വിക്രത്തിന് ആദ്യം കാഴ്ചകളെല്ലാം മങ്ങലായിട്ടാണ് തോന്നിയത്. തന്റെ നെഞ്ചിലെ ആ കടുത്ത ഭാരം മാറിയതായും ശ്വാസമെടുക്കാൻ വല്ലാത്തൊരു സുഖം തോന്നുന്നതായും അയാൾക്ക് മനസ്സിലായി. കട്ടിലിനരികിൽ തന്നെ വിശ്വസ്തനായ ഭരത് ഉണ്ടായിരുന്നു. ബോസ് കണ്ണുകൾ തുറന്നത് കണ്ട് ഭരത് വികാരാധീനനായി. വിക്രം വളരെ പ്രയാസപ്പെട്ട് പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു, ഭരത്, ഞാൻ എവിടെയാണ്? ആരാണ് എന്നെ രക്ഷിച്ചത്? ഡോക്ടർ വർമ്മയാണോ? ഭരത്തിന്റെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് മാറി. അയാൾ തല താഴ്ത്തി വിതുമ്പലോടെ പറഞ്ഞു, ഇല്ല ഭായ്, ഡോക്ടർ വർമ്മയും ഈ ആശുപത്രിയിലെ വലിയ വമ്പന്മാരും കൈവിട്ടതായിരുന്നു നിങ്ങളെ. പക്ഷേ നിങ്ങളെ മരണത്തിന്റെ വായയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് ആര്യൻ ദേവനാണ്. നമ്മളെന്നും കാണുന്ന ആ മൊബൈൽ കടക്കാരൻ ശങ്കരന്റെ മകൻ. ആ പയ്യൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് നിങ്ങളെ തിരികെ കൊണ്ടുവന്നത്. വിക്രം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ മൊബൈൽ കടക്കാരൻ പയ്യനോ? എനിക്കറിയാമായിരുന്നു അവന്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. എന്നിട്ട് എവിടെ അവൻ? എനിക്കവനെ ഇപ്പോൾ തന്നെ കാണണം.
അത് കേട്ടപ്പോൾ ഭരത്തിന്റെ ശബ്ദമിടറി. അവൻ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണ് ഭായ്. ലൈസൻസ് ഇല്ലാതെ സർജറി ചെയ്തു എന്ന കുറ്റത്തിന് പോലീസ് അവനെ പിടിച്ചുകൊണ്ടുപോയി. ഈ ആശുപത്രിയിലെ ഡീൻ അഗർവാൾ അവനെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. ദേവൻ ഇനി ഒരിക്കലും ഒരു ഡോക്ടറാകില്ലെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് കേട്ടതും വിക്രം ഷെട്ടിയുടെ കണ്ണുകളിൽ പഴയ ആക്രോധം ആളിപ്പടർന്നു. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച അയാളെ നഴ്സുമാർ തടഞ്ഞു. മാറടാ അങ്ങോട്ട്, വിക്രം അലറി. എന്റെ ജീവൻ രക്ഷിച്ചവനെ നിങ്ങൾ ജയിലിലിട്ടുവല്ലേ? എന്നിട്ട് ഈ ആഡംബര മുറിയിൽ എനിക്ക് ചികിത്സ നൽകുന്നുവോ? ഭരത്, ഇപ്പോൾ തന്നെ സിറ്റി കമ്മീഷണറെ ഫോണിൽ കണക്ട് ചെയ്യ്. വിക്രത്തിന്റെ ആ ഒരൊറ്റ ഫോൺ കോൾ സിറ്റി കമ്മീഷണറെ ശരിക്കും വിറപ്പിച്ചു കളഞ്ഞു. വിക്രം ഫോണിലൂടെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. കമ്മീഷണർ, നിയമമെന്നത് മനുഷ്യന്റെ ജീവന് വേണ്ടിയുള്ളതാണ്. എന്റെ ജീവൻ രക്ഷിച്ചവനെ ശിക്ഷിക്കാൻ നോക്കിയാൽ ഈ നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനും നാളെ സുരക്ഷിതമായിരിക്കില്ല. ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറയൂ, ദേവനെതിരെ നൽകിയ പരാതികൾ ഈ നിമിഷം അവർ പിൻവലിക്കണമെന്ന്. ഇല്ലെങ്കിൽ നാളെ മുതൽ ആ ആശുപത്രി എന്റെ ഉടമസ്ഥയിലായിരിക്കും. വിക്രം ഷെട്ടിയുടെ വാക്കുകൾ ഒരു കൽപ്പനയായിരുന്നു. ഭയന്നു വിറച്ച് ഡീൻ അഗർവാൾ അരമണിക്കൂറിനുള്ളിൽ ദേവനെതിരെയുള്ള എല്ലാ പരാതികളും പിൻവലിച്ചു. നിയമപരമായ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും വിക്രത്തിന്റെ വക്കീലന്മാർ മിനിറ്റുകൾക്കുള്ളിൽ നീക്കം ചെയ്തു. അന്ന് വൈകുന്നേരം 4 മണിയോടെ സെൻട്രൽ ജയിലിന്റെ ആ വലിയ ഇരുമ്പ് കതകുകൾ ദേവനായി തുറക്കപ്പെട്ടു. ജയിൽ കവാടത്തിനു പുറത്ത് വൻ ജനസാഗരം തന്നെ അപ്പോഴേക്കും ഒത്തുകൂടിയിരുന്നു. ദേവൻ പുറത്തിറങ്ങിയതും ആളുകൾ അവനെ തോളിലേറ്റി പടക്കം പൊട്ടിച്ചും പൂക്കൾ വിതറിയും ആ വലിയ വിജയം ആഘോഷിച്ചു. എന്നാൽ ദേവൻ നേരെ ഓടിയത് തന്റെ അച്ഛന്റെ അടുത്തേക്കായിരുന്നു. ശങ്കരൻ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നീ ജയിച്ചു മോനെ, നിന്റെ സത്യം ജയിച്ചു. ദേവൻ ശാന്തനായിരുന്നു. അധികാരം കൊണ്ട് നേടിയ മോചനത്തേക്കാൾ തന്റെ പ്രതിഭ കൊണ്ട് നേടിയെടുത്ത ബഹുമാനമാണ് വലുതെന്ന് അവൻ വിശ്വസിച്ചു. ജയിൽ മോചിതനായ ദേവനെ വിക്രം ഷെട്ടി തന്റെ ആഡംബര ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു. നഗരത്തിലെ പ്രമുഖരെല്ലാം അവിടെയുണ്ടായിരുന്നു. വീൽ ചെയറിലിരുന്ന വിക്രം എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ദേവൻ വരൂ. നീ എനിക്ക് പുതിയൊരു ഹൃദയമല്ല നൽകിയത്, പുതിയൊരു ജന്മമാണ്. വിക്രം ഒരു വലിയ പെട്ടി ദേവന്റെ മുന്നിൽ വെച്ചു. അതിൽ നിറയെ പണവും സ്വർണവുമായിരുന്നു. ഇത് നിനക്കുള്ള സമ്മാനമാണ്. നീ ഇനി ആ കൊച്ചുമുറിയിലിരുന്ന് ഫോൺ നന്നാക്കേണ്ടതില്ല. നിനക്കിനി ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, എന്ത് വേണമെങ്കിലും വാങ്ങാം. ദേവൻ ആ പണപ്പെട്ടിയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, ക്ഷമിക്കണം വിക്രം സർ, എനിക്ക് ഈ പണം വേണ്ട. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന് വിലയുള്ളൂ എന്നാണ്. എനിക്ക് വേണ്ടത് ഈ പണമല്ല. വിക്രം അത്ഭുതപ്പെട്ടു. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തു ചോദിച്ചാലും ഞാൻ തരും. ദേവൻ വിക്രത്തിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ തോക്കുകളും അക്രമങ്ങളുമാണ്. നിങ്ങൾ ഈ നഗരത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാണ്. നിങ്ങളുടെ ഒരു ഫോൺ കോളിൽ ആളുകൾ മരിക്കുന്നു. ഞാൻ ഒരു ജീവൻ രക്ഷിച്ചു, പക്ഷേ നിങ്ങൾ ആയിരക്കണക്കിന് ജീവനുകൾ ഇല്ലാതാക്കുന്നു. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കൂ. ഈ കള്ളപ്പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന ഒരു വലിയ ആശുപത്രി പണിയൂ. നഗരത്തിലെ സാധാരണക്കാരുടെ മക്കൾ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വരാത്ത ഒരു അവസ്ഥയുണ്ടാക്കൂ. അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. ബംഗ്ലാവിലെ എല്ലാവരും സ്തംഭിച്ചുപോയി. വിക്രം ഷെട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. വിക്രം കുറച്ചുനേരം നിശബ്ദനായി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ദേവൻ, ഇത്രയും വർഷം എന്നെ എല്ലാവരും ഭയപ്പെട്ടിട്ടേയുള്ളൂ. ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. മരണം എന്റെ മുന്നിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സമ്പാദിച്ച ഈ പണമോ തോക്കോ ഒന്നും എന്റെ കൂടെ വരില്ലെന്ന്. നീ എന്റെ ഹൃദയത്തിലെ ബ്ലോക്ക് മാത്രമല്ല മാറ്റിയത്, എന്റെ മനസ്സിലെ ഇരുട്ടുകൂടിയാണ് മാറ്റിമറിച്ചത്. വിക്രം ഉടൻ തന്നെ തന്റെ കയ്യിലിരുന്ന തോക്ക് താഴെ വെച്ചു. ഇന്നു മുതൽ ആ പഴയ വിക്രം ഷെട്ടി മരിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കുന്നത് നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഒരു നല്ല മനുഷ്യനായിട്ടായിരിക്കും. 3 വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ആ 3 വർഷം കൊണ്ട് ആ നഗരം ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. വിക്രത്തിന്റെ അധോലോക സാമ്രാജ്യം പൂർണ്ണമായും ഇല്ലാതായി. അവന്റെ ഗുണ്ടകൾ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡുകളായും സന്നദ്ധ പ്രവർത്തകരായും മാറി. ദേവൻ തന്റെ മെഡിക്കൽ പഠനം യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കോടെ പൂർത്തിയാക്കി. വലിയൊരു കാർഡിയോ തൊറാസിക് സർജനായി മാറി. വിക്രം പണി കഴിപ്പിച്ച ശങ്കരൻ മെഡിക്കൽ സിറ്റി എന്ന ആധുനിക ആശുപത്രി പാവപ്പെട്ട രോഗികളുടെ വലിയൊരു അഭയകേന്ദ്രമായി മാറി. 10 വർഷങ്ങൾ കടന്നുപോയി.
ഇന്ന് ആ നഗരത്തിന്റെ പശ്ചാത്തലം തന്നെ മാറിയിരിക്കുന്നു. ആഡംബരങ്ങളുടെ നഗരമായിരുന്ന അവിടെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൗജന്യ ചികിത്സാ കേന്ദ്രമുണ്ട്. ആ വലിയ ആശുപത്രിയുടെ കവാടത്തിൽ ഒരു പ്രത്യേക ശില്പമുണ്ട്. കൈകളിൽ മെഡിക്കൽ പുസ്തകങ്ങളുമായി നിൽക്കുന്ന ഒരു പയ്യന്റെയും അവനെ അനുഗ്രഹിക്കുന്ന ഒരു വൃദ്ധന്റെയും ശില്പം. ഇന്ന് ആ നഗരത്തിലെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ ദേവൻ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഡോക്ടർമാർ അവന്റെ ശസ്ത്രക്രിയാ രീതികൾ പഠിക്കാൻ അവിടെ വരുന്നു. പക്ഷേ ദേവൻ ഒട്ടും മാറിയിരുന്നില്ല. ഓരോ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അവൻ നേരെ നടന്നു പോകുന്നത് ആ ആശുപത്രിയുടെ ഒരു വശത്തുള്ള കൊച്ചു കൗണ്ടറിലേക്കാണ്. അവിടെ അവന്റെ അച്ഛൻ ശങ്കരൻ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഫോൺ നന്നാക്കാനല്ല. ആ ആശുപത്രിയിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂടെയുള്ളവർക്കും നാട്ടിലേക്ക് വിളിക്കാൻ സൗജന്യമായി ഫോണുകൾ നൽകാനും അവരെ ആശ്വസിപ്പിക്കാനുമായി ഒരു സൗജന്യ ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്ക് നടത്തുകയാണ് അദ്ദേഹം. വിക്രത്തിന്റെ വലം കൈയായിരുന്ന ഭരത് ഇന്ന് ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. തോക്കേന്തിയിരുന്ന ആ കൈകളിൽ നിന്ന് ഫയലുകളും മരുന്നുകളുമാണ്. ഒരു വൈകുന്നേരം തന്റെ ക്യാബിനിലിരുന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദേവൻ തന്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർത്തു. ആ കൊച്ചുമുറിയിലിരുന്ന് പഠിച്ച നിമിഷങ്ങൾ, ഡോക്ടർമാരുടെ പരിഹാസങ്ങൾ. അവൻ മനസ്സിൽ പുഞ്ചിരിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടാത്ത ഒരു പുതിയ വ്യവസ്ഥിതി അവൻ പടുത്തുയർത്തി കഴിഞ്ഞു. പെട്ടെന്ന് ഇന്റർകോം ബെല്ലടിച്ചു. സർ, ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. പണമില്ലാത്ത ഒരു ദരിദ്രന്റെ ഹൃദയം നിലക്കാൻ പോകുന്നു. മറ്റു ഹോസ്പിറ്റലുകൾ കൈവിട്ടതാണ്. ദേവൻ തന്റെ സ്റ്റെതസ്കോപ്പ് എടുത്ത് എഴുന്നേറ്റു. വേഗം ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കൂ, ഞാൻ വരികയാണ്. ഈ ആശുപത്രിയുടെ വാതിൽക്കൽ നിന്ന് ഒരാൾ പോലും നിരാശയോടെ മടങ്ങിപ്പോകരുത്. ദേവൻ നടന്നു നീങ്ങുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലെ ചുമരിൽ എഴുതിയിരിക്കുന്ന വാചകം തിളങ്ങുന്നുണ്ടായിരുന്നു. പ്രതിഭക്ക് ജാതിയോ പണമോ ഇല്ല, അത് മനുഷ്യത്വത്തിന്റെ ഭാഷയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ആ നഗരം ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നു. കാരണം അവർക്കറിയാം, തങ്ങളെ കാക്കാൻ ദേവൻ എന്ന ആ പഴയ സാധാരണക്കാരൻ പയ്യൻ അവിടെയുണ്ടെന്ന്. തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ചരിത്രം മാറ്റിയെഴുതാമെന്ന് അവൻ ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൊബൈൽ കടയിലെ മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ചീഫ് സർജനായി മാറിയ ദേവന്റെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പണമോ അധികാരമോ അല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെ നേടുന്ന അറിവും മനുഷ്യത്വവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവൻ തെളിയിച്ചു കൊടുത്തു. ക്രൂരനായ ഒരു അധോലോക നായകന്റെ ഹൃദയം മാത്രമല്ല, അയാളുടെ ചിന്തകളെയും മാറ്റിമറിക്കാൻ ആ യുവാവിന്റെ നിശ്ചയദാർഢ്യത്തിന് കഴിഞ്ഞു. തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നന്മയുമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഈ ലോകത്ത് ചരിത്രം മാറ്റിയെഴുതാമെന്ന വലിയ സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.